إذا استحلت أمتي خمسا فعليه الدماء. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇദസ്തഹല്ലത്തു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ഹലാലാക്കിയാൽ, ഖംസൻ, 5 കാര്യങ്ങൾ എന്റെ ഉമ്മത്ത് ഹലാലാക്കിയാൽ, ഫഅലൈഹി ദിമാ, അവർക്ക് സർവനാശമാണെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ 5 കാര്യങ്ങൾ എന്റെ ഉമ്മത്തെ ഹലാലാക്കും. അതിലൊന്നാമത്തെ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നോക്കണേ മുഅ്മിനേ, ലോകത്തിന്റെ നാശമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. കാണുന്നില്ലേ ലെസ്ബിയൻ വിവാഹം? നിങ്ങൾ കാണുന്നില്ലേ? പെൺകുട്ടികളും ചെന്ന് കോടതിയോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം, കോടതിയിൽ നിന്ന് അനുമതി മേടിക്കുന്നു. സ്വർഗ വിവാഹം നമ്മുടെ രാജ്യത്ത് അനുവദിച്ചിരിക്കുകയാണ്. വിവാഹം കഴിക്കുന്നു, ഒന്നിച്ച് ജീവിക്കുന്നു. എത്ര പ്രതീക്ഷയിൽ നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവന്നതാ. മദ്രസയിൽ 10ാം ക്ലാസ് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നതാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഏതൊക്കെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയും ആ രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുത്തതാ. പക്ഷേ നിരീശ്വരവാദം, യുക്തിവാദം ഹൃദയത്തിലേക്ക് കടന്നുപോയി. ചില സുഖങ്ങളും ചില സന്തോഷങ്ങളും അത് കിട്ടിയപ്പോൾ അത് നിത്യമാകണമെന്ന് അവരാഗ്രഹിച്ചു പോയി. പേടിക്കണം നമ്മൾ, നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇദസ്തഹല്ലത്തു ഉമ്മത്തി ഖംസൻ ഫഅലൈഹി ദിമാ വത്തഫർരിജാലു ബിർരിജാലി വന്നിസാഉ ബിന്നിസാഅ. പെണ്ണ് പെണ്ണിനെയും ആണിനെയും വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ സമുദായമേ പേടിക്കണേ, ഉമ്മത്തിന്റെ നാശമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ പറഞ്ഞു നിർത്തിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, എന്റെ ഉമ്മത്ത് 5 കാര്യങ്ങൾ ഹലാലാക്കുന്ന കൂട്ടത്തിൽ അവർ ഹലാലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നൃത്തം ചെയ്യുക എന്നുള്ളത് അവർ ഹലാലാക്കുന്ന ഒരു കാലഘട്ടം വരും. ഇൻസ്റ്റാഗ്രാം എടുത്ത് തുറന്നു നോക്കിയാൽ 50ഉം 60ഉം വയസ്സുള്ള ഉമ്മമാര്, സുബ്ഹാന റബ്ബി, നമുക്ക് കണ്ടിട്ട് ചെറുപ്പക്കാരികളെക്കാൾ കൂടുതൽ പ്രായം ചെന്ന 40ഉം 50ഉം വയസ്സുള്ള 4ഉം 5ഉം മക്കളുള്ള ഉമ്മമാര് ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് തുള്ളുന്ന തുള്ളല് കാണുമ്പോൾ ഉമ്മ ചിന്തിക്കണേ, ഈ കളിയെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസം വരുമെന്ന് നീ ചിന്തിക്കണേ. അന്ന് ലൈക്ക് തന്നവരും ഷെയർ തന്നവരും ഇൻസ്റ്റാഗ്രാമിൽ റീലാക്കിയവരാരും നിന്റെ ഒപ്പം ഉണ്ടാകില്ല ഉമ്മ. അല്ലാഹു തആല ഒരാൾക്ക് നാശം അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരു മനുഷ്യൻ അല്ലാഹു തആല നാശം ഉദ്ദേശിച്ചാൽ അല്ലാഹു ആദ്യം ചെയ്യുന്നത് അവരിൽ നിന്ന് ലജ്ജ അല്ലാഹു ഊരിക്കളയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ലജ്ജ പോയ പിന്നെ എന്ത് കാര്യം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ലജ്ജ പോയാൽ പിന്നെ എന്ത് കാര്യം? നാണമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി. നാണം എന്ന് പറഞ്ഞേ അൽ ഹയാഉ നിസ്ഫുൽ ഈമാൻ, ലജ്ജ എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുണ്ടുടുത്തിട്ടുണ്ട്, അവിടുത്തെ മേനി മറച്ചിട്ടില്ല. ആ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇരുത്തത്തിൽ തന്നെ അവിടെ ഇരുന്നു. രണ്ടാമത് കടന്നു വന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോഴും ആ ഇരുത്തം അവിടെ ഇരുന്നു. മേൽ ഉടുപ്പ് ധരിച്ചിട്ടില്ല, ഷർട്ട് ധരിച്ചിട്ടില്ല. മൂന്നാമത് കടന്നു വരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉടനെ അവിടുത്തെ മേൽത്തട്ടമെടുത്ത് ശരീരം അങ്ങ് മറച്ചു. എന്തേ കാരണം? ആദ്യം വന്നത് ഒന്ന് ഭാര്യയുടെ വാപ്പയും, രണ്ടാമത്തത് മരുമോനുമാണ്. മൂന്നാമത് വന്നത് ഔട്ട് സൈഡിൽ നിന്നുള്ള ആളാണ്. നാണം, മാനം, ലജ്ജ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ കണ്ടില്ലേ, മീൻ വാങ്ങാൻ വേണ്ടി മുറ്റത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് മീൻകാരനോട് ഒരു മത്തിയും കൂടെ തന്നൂടെയിക്കാ, ഇങ്ങനെ താളത്തിൽ പറയും, ഒരു മത്തിയും കൂടെ തന്നൂടെയിക്ക. പിന്നെന്താ സുഹറ, തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധം?
നാണമില്ലാത്ത പരിപാടിയാണ്, നിൽക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതൊക്കെ നല്ല രൂപത്തിൽ കിട്ടണം കേട്ടോ, നാളെ എനിക്ക് ട്രോൾ കിട്ടേണ്ടതാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരും. അള്ളാഹു ആഖിബത്ത് ഖൈറായ ജീവിതവും ആഖിബത്ത് നന്നായുള്ള മരണവും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നാണമില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഞങ്ങളുടെ അയലത്തുണ്ട് ഒരു പെണ്ണ്, 2-3 പ്രാവശ്യമൊക്കെ അവരൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പണി നല്ലതല്ല, നിങ്ങളുടെ മക്കളൊക്കെ വളർന്ന് വലുതായി, ഒരാൾ മുത്തഅല്ലിമാണ്, ഈ പണി നിർത്തണം. ഞാനത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഡെയിലി 3 എണ്ണം വെച്ചാണ് അവിടെ ചെയ്യുന്നത്. പണ്ടൊരാൾ കള്ളുകൂടി നിർത്തി ഷാപ്പിലാണ് കിടക്കുന്നത് പറയത്തില്ലേ, ഒരാൾ ഉപദേശം കൊടുത്തു കള്ളുകൂടിയൊക്കെ നിർത്താൻ പറഞ്ഞു. ഇപ്പൊ അയാൾ കള്ളു കുടിക്കുന്നില്ല, പക്ഷെ ഷാപ്പിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ 2 റീൽസ് രാവിലെ അവ്വൽ സുബൈക്ക്. അന്നെങ്കിൽ പണ്ടാരെ ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുമില്ല. രാവിലെ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ എന്റെ വീട് കൂരയല്ല, ഇനിയിപ്പോൾ ഞാൻ കഴിയുന്നു മാളികയിൽ, മുഞ്ചിന്റെ അടിയാലയാൻ സമയമില്ല, ഇനി പോയ കാലം വരികയില്ല. ഇത് പാടുമ്പോൾ സക്രാത്തിന്റെ വലി ഇങ്ങനെ വലിക്കുന്നുണ്ട്, കാരണം പ്രായമുണ്ട്. അള്ളാഹു നമുക്ക് ആഖിബത്ത് നന്നായുള്ള മരണം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നാണം കെട്ട പണിക്ക് നമ്മൾ നിൽക്കരുത് കേട്ടോ. നമ്മുടെ ഈമാൻ, നമ്മുടെ ആഖിബത്ത് മോശമായി പോകും. അള്ളാഹു ഖൈറായ ജീവിതവും ഖൈറായ മരണവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ലോകത്ത് നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും അന്ത്യനാളിന്റെ അലയൊലികളാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും ദർശിക്കുന്നത്. ആ ദർശനം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകമിതാ തകരാൻ പോകുന്നു, പ്രപഞ്ചമിതാ നശിക്കാൻ പോകുന്നു, ഉമ്മത്ത് അന്ത്യശ്വാസം വലിക്കാൻ പോകുന്നു. അതുകൊണ്ട് ലോകമെങ്ങാണം അവസാനിക്കാൻ വേണ്ടി റബ്ബ് അതിന്റെ പാര അല്ലാഹു അതിന്റെ തുടക്കമാക്കിയാൽ എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. റഹ്മാനായ റബ്ബിനോട് റബ്ബേ ഇനി ഞാനൊന്നും ചെയ്യില്ല എന്ന് റഹ്മാനായ റബ്ബിനോട് കേണ് പറഞ്ഞിട്ടും കാര്യമില്ല. ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ ദിവസമെന്നായാൽ പിന്നെ തൗബ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നമാ ബകാഉകും ഫീമാ സലഫ ഖബലകും മിനൽ ഉമ്മഘട്ടം വെച്ച് നോക്കുമ്പോൾ എന്റെ ഈ സമുദായം ശേഷിക്കുന്ന സമയം അത് അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അത്രയും സമയമുള്ളൂ, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ഒരു അസറിന്റെയും ഒരു മഗ്രിബിന്റെയും ഇടയിലുള്ള സമയമേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അത്രയ്ക്കുള്ള സമയമേ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലാഹുവിന് വേണ്ടി ജീവിച്ചു മരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം അത് പൂർത്തീകരിച്ചില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ചുറ്റുവട്ടമുള്ളവർ പറയും, ഒന്ന് അടിച്ചു പൊളിച്ചൂടെ, ഒന്ന് സന്തോഷിച്ചൂടെ, ഒന്ന് ആനന്ദിച്ചൂടെ, ഒന്ന് ആഹ്ലാദിച്ചൂടെ. എല്ലാം അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. സന്തോഷം അനുവദിച്ചിട്ടുണ്ട്, ചിരി അനുവദിച്ചിട്ടുണ്ട്, ആഹ്ലാദം അനുവദിച്ചിട്ടുണ്ട്, എന്റർടൈനുകൾ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ധാർമ്മികമാകണം. തോന്നിവാസങ്ങൾ അല്ലാഹു തആല അനുവദിച്ചിട്ടില്ല. തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും അല്ലാഹു അനുവദിച്ചിട്ടില്ല. ആരെങ്കിലും ആ വഴിയിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ജീവിതമല്ലേ ഉള്ളൂ, ഈ ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, എല്ലാ ദിവസവും നിങ്ങൾ ഓതുന്ന ഒരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ മുൽക്ക്. അതൊന്ന് ഓതി നോക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അല്ലാഹു പറയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. മരണവും അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, മരണവും ജീവിതവും. ഖുർആൻ തെറ്റിപ്പോയി. കാരണം ജീവിതത്തിന് ശേഷമല്ലേ മരണം. എന്താ ഖുർആൻ എങ്ങനെ പറഞ്ഞത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. മരണവും ജീവിതമല്ല, ജീവിതവും മരണവുമല്ലേ. ഖുർആൻ കറപ്ഷൻ സംഭവിച്ചോ? അല്ല. മരണവും അനന്തര ജീവിതവും
മരണവും അനന്തര ജീവിതവും ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, അത് നിങ്ങൾക്കൊരു പരീക്ഷണമായി അല്ലാഹു നൽകിയതാണ്. എന്തിനു വേണ്ടി? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത്, നിങ്ങളിൽ ആരാണ് സൽക്രമം ചെയ്യുന്നതെന്ന് അല്ലാഹു തആല പരീക്ഷിക്കാൻ വേണ്ടിയാണ് മരണവും അനന്തരമായ ജീവിതം അല്ലാഹു തആല നിങ്ങൾക്ക് സംവിധാനിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ. മനസ്സിലായോ? അപ്പം മരണമുണ്ട്, അനന്തര ഒരു ജീവിതമുണ്ട്, അവിടെ മഹ്ശറയുണ്ട്, അവിടെ ഹിസാബുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഈ ജീവിതം ഒരു പരീക്ഷാഹാളാണ്. ജീവിതം ഒരു പരീക്ഷാഹാളാണ്. ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ചിട്ടുള്ള ഈമാന്റെ വിളക്ക് അണയാതെ ജനനത്തിൽ നിന്ന് മരണത്തിലേക്ക് എത്തണേ എന്നുള്ളതാണ് ജീവിതത്തിന്റെ ടാസ്ക്. ഒരു കഥയിലൂടെ ഞാൻ അത് അവതരിപ്പിച്ചു തരാം. മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരുടെ ഭാര്യ ഒരു വേളയിൽ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, എന്റെ കുടുംബത്തിൽ ഒരു സെലിബ്രേഷൻ ഉണ്ട്, ഒരു പരിപാടിയുണ്ട്, എനിക്ക് അതിലൊന്ന് പങ്കെടുക്കാം. ലുഖ്മാൻ തങ്ങൾ പറഞ്ഞു, പങ്കെടുത്തോ പെണ്ണേ, പക്ഷേ ഒരു നിയമമുണ്ട്. നീ ആ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്നത് വരെ നിന്റെ കയ്യിൽ ഞാൻ ഒരു ദീപം, ഒരു വിളക്ക്, ഒരു മെഴുക് തിരിനാളം ഞാൻ കത്തിച്ചു വെക്കും. അത് അണയാതെ നീ പോയി തിരിച്ചു വരണേ. അങ്ങനെ നീ തിരിച്ചു വരുമ്പോൾ നിന്റെ വിളക്കെങ്ങാണം അണഞ്ഞു പോയാൽ നീയും ഞാനും തമ്മിലുള്ള ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കുമെന്ന് മഹാനായ ലുഖ്മാൻ തങ്ങൾ പറയുകയാണ്. റിയാലിറ്റിയിൽ അങ്ങനെ ഉപേക്ഷിക്കുന്നതുകൊണ്ടല്ല, നമുക്ക് പിൽക്കാലത്ത് വരുന്ന നമുക്കൊരു പാഠം തരികയാണ്. ലുഖ്മാൻ തങ്ങളുടെ ഭാര്യ അവിടെ കുടുംബത്തിലെ ചടങ്ങിൽ പങ്കെടുത്തു. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വിളിക്കുന്നു, പോകുന്നില്ല. ചുറ്റുവട്ടത്തെല്ലാവരും ചിരിയും കളിയും തമാശയും. അതിലൊന്നും പങ്കെടുക്കാതെ പേരിനവിടെ പോയി മടങ്ങി വീട്ടിലേക്ക് വന്നു. ലുഖ്മാൻ തങ്ങൾ ചോദിച്ചു, പ്രിയപ്പെട്ടവളെ, ആ പരിപാടിയിൽ നീ പങ്കെടുത്തോ? അതെ. എന്തായിരുന്നു അവിടുത്തെ ഭക്ഷണം? അറിയില്ല. ആരെയെല്ലാം അവിടുന്ന് കണ്ടു? അറിയില്ല. എന്തെല്ലാമായിരുന്നു അവിടെ നടന്ന ചടങ്ങ്? എനിക്കറിയില്ല. എന്തേ അറിയാതിരുന്നത്? ആഘോഷങ്ങളെല്ലാം നടക്കുമ്പോൾ എന്റെ മനസ്സിന്റെ ചിന്ത മുഴുവനും എന്റെ കയ്യിലിരിക്കുന്ന ഈ വിളക്കെങ്ങാണം അണഞ്ഞു പോയാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമല്ലോ എന്ന ഭയം കൊണ്ട് പ്രിയപ്പെട്ടവരെ കഴിച്ച ആഹാരം എന്താണെന്നറിയില്ല, ആരെയെല്ലാം കണ്ടുമുട്ടിയെന്നറിയില്ല, എന്തെല്ലാം ആഘോഷങ്ങൾ അവിടെ നടന്നെന്ന് എനിക്കറിയില്ല. ഈ വിളക്കണഞ്ഞു പോകുമോ എന്നുള്ള ചിന്തയിൽ എന്റെ മനസ്സും എന്റെ ശരീരവും മുഴുവനും എന്റെ ചിന്താമണ്ഡലങ്ങൾ മുഴുവനും ഈ വിളക്കിലേക്കായിരുന്നു തങ്ങളെ എന്ന് ലുഖ്മാൻ ഹക്കീം തങ്ങളുടെ ഭാര്യ അവിടുന്ന് പ്രിയപ്പെട്ടവരോട് പറഞ്ഞു. ഭാര്യ ചോദിച്ചു, എന്തിനാണ് ഈ പരീക്ഷണം? ലുഖ്മാൻ തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ട പ്രിയതമേ, ഇതുപോലെയാണ് സത്യവിശ്വാസി. അവൻ ജനനം മുതൽ മരണം വരെ എത്തുമ്പോൾ അവന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള സെലിബ്രേഷനുകൾ ഉണ്ടാകും. ദുനിയാവിന്റെ വിവിധ തരങ്ങളിലുള്ള കാഴ്ചകൾ, അലങ്കാര കാഴ്ചകൾ ഉണ്ടാകും, ആഘോഷങ്ങൾ ഉണ്ടാകും, മദ്യ സദസ്സുകൾ ഉണ്ടാകും, മദിരാശിയുടെ സദസ്സുകൾ ഉണ്ടാകും, തോന്നിവാസങ്ങളുടെ നൃത്തത്തിന്റെ ചുവടുവപ്പിന്റെ സദസ്സുകൾ ഉണ്ടാകും. അവിടെയെല്ലാം റഹ്മാനായ റബ്ബ് നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ച വിളക്ക് അണയരുതേ എന്ന് ഓർത്തുകൊണ്ട് വേണം ഓരോ ചുവടും നമ്മൾ മുന്നോട്ട് വെക്കാനെന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യയെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്, നമ്മുടെ ഹൃദയത്തിലെ വിളക്കണഞ്ഞോ? നമ്മുടെ ഹൃദയത്തിലെ വിളക്കണഞ്ഞോ ഒരു ടെസ്റ്റ് വേണ്ടേ? അതിന് ഏറ്റവും നല്ല മാർഗം നമ്മുടെ ഹൃദയത്തിന്റെ വിളക്കണഞ്ഞോ എന്നറിയാൻ ഏറ്റവും നല്ല മാർഗം നമുക്കൊരു വഅലിന്റെ സദസ്സിൽ ഇരിക്കാൻ കഴിയുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണേ. ഇവിടെ ഈ വെറ്റമുക്കിൽ എത്രയോ പല വിധത്തിലുള്ള തിരക്കുകൾ മനുഷ്യർക്കുണ്ട്. ഈ വെറ്റമുക്കിൽ ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ ഹബീബായ തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപാടി നടക്കും. നമ്മളിവിടെ പറയുന്നത് ഇവിടെ ഡാൻസോ നൃത്തമോ ചുവടുവെപ്പുകളോ ഒന്നുമില്ല. ഞാനിവിടെ തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് ഡസൻ കണക്കിന് ഹദീസുകൾ വെച്ചാണ് ഞാനിവിടെ സംസാരിച്ചത്. എത്ര പേരുണ്ട് നമ്മൾ ശ്രമിക്കാൻ?
ആളുകൾക്ക് ഇത്തരം മജ്‌ലിസുകളോട് വിരക്തി തോന്നി തുടങ്ങി. ആളുകൾക്കൊട്ടും താല്പര്യമില്ലാതായി തുടങ്ങി. മണിക്കൂറുകളോളം ഒറ്റ കിടപ്പിൽ കിടന്ന് രാത്രി പണ്ടത്തെ കാലത്തൊക്കെ കള്ളം കയറാൻ പറ്റും. ഇപ്പൊ ഒറ്റ വീട്ടിലും കള്ളം കയറുന്നില്ല. കാരണം കള്ളൻ ഇങ്ങനെ കുനിഞ്ഞു വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ചുമ കേൾക്കാം. കാരണം ഇവന്റെ 1 മണിക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഇരിക്കുകയാണ്. കള്ളന്മാരൊന്നും ഇപ്പൊ കയറുന്നില്ലല്ലോ ഒരു വീട്ടിലും. എല്ലാവരും ഉണർന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഉറങ്ങിയാലും നമ്മുടെ വീട്ടിലെ പെൺപിള്ളേർ ഉറങ്ങുന്നില്ല, നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ ഉറങ്ങുന്നില്ല. എന്റെ ജലാലായ റബ്ബേ, കഴിഞ്ഞ ദിവസം മമ്പറം സിയാറത്ത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ കോഴിക്കോടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. കോഴിക്കോടുള്ള പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് കയറി. ഈ തോട്ടപ്പള്ളിയിൽ ഞാൻ ബസ്സിറങ്ങുന്നത് വരെ എന്റെ തലയിൽ ഞാൻ ഷാൾ ഇങ്ങനെ ചുറ്റി മൂടി നിൽക്കേണ്ടി വന്നു. കാരണം ഇത്രയും മനുഷ്യന്മാര് ഇത് കാണുന്നുണ്ട്. മുകളിൽ ക്യാമറ ഇരിപ്പുണ്ട്. ഒരു പേടിയില്ല, പച്ച തോന്നിയാസം. അപ്പൊ തൊട്ടടുത്തിരുന്നൊരു മനുഷ്യൻ, സഹോദര സമുദായത്തിൽപ്പെട്ട അയാൾ പറയുന്നുണ്ട്, സദാ ആ പെൺകുട്ടിയുടെ തലയിൽ തട്ടമുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. തല കുനിച്ച് കുറെ നേരം ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ വയ്യ. നമ്മൾ വലിയ സൂഫികളായതുകൊണ്ടല്ല, ആളുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. നാണക്കേടല്ലേ, മോശമല്ലേ? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സ്കൂളിൽ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ് കഴിഞ്ഞ് മദ്രസയിലേക്ക് പോകരുത്, പീഡിപ്പിക്കും, മദ്രസയിലേക്ക് വിടരുത്. 10ാം ക്ലാസും +2 ഒക്കെ കഴിഞ്ഞാൽ ഇവിടുന്ന് കല്ലട ബസ്സിൽ കയറി ബാംഗ്ലൂർ പോകുന്നത് വരെ കൂടെ ആരാണ് പോകുന്നത് ഉമ്മാക്കത്തില്ല. ഈ നാട്ടിൽ തന്നെയല്ല ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ, ഒപ്പം പഠിച്ച ഒരു ചെറുപ്പക്കാരൻ കാമുകൻ കൊലപ്പെടുത്തിയത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊക്കെ ചിന്തിക്കണം. ആളുകൾ നമുക്ക് പലതും ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ വഴികൾ പറഞ്ഞു തരാൻ 100 കണക്കിന് മനുഷ്യരുണ്ടാകും. അത്രമേൽ നമ്മുടെ മക്കൾ തോന്നിവാസികളായി മാറുന്നു. എല്ലാരും വിചാരിക്കുന്നത് അവരും അള്ളയും തമ്മിൽ ഉസ്താദെ പറഞ്ഞു 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 ഞങ്ങൾ കുഴഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ സ്വഹാബാ ലാ യൽഖല്ലാഹ അഹദും ബിദംബിൻ അഅ്ളമ മിൻ ജഹാലതി അഹ്ലി. ഒരാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം അവൻ റബ്ബിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്നത് അവൻ ദുനിയാവിൽ ചെയ്ത ഏറ്റവും വലിയ പാതകമായി റഹ്മാനായ റബ്ബ് അവനെ വിലയിരുത്തുന്നത് മിൻ ജഹാലതി അഹ്ലിഹി. അവന്റെ ഭാര്യക്കും പെൺമക്കൾക്കും അവൻ വേണ്ട ദീൻ കൊടുക്കാത്തതാണ് അവൻ അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നതെന്ന് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ. അല്ലാഹു നമുക്ക് ഇതൊക്കെ ആരോട് പറയാൻ? അപ്പൊ ഇത്തരം സദസ്സുകൾ ആളുകൾ തിരസ്കരിച്ചു തുടങ്ങി. ആളുകൾക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സദസ്സിൽ ഇരുന്നുകൊണ്ട് മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. ഖുല്ലിന്നൽ മൗതല്ലദീ തഫിറൂൻ, ഇങ്ങനെ ഓതി ആയത്തോതി ഇങ്ങനെ ഖബറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ സദസ്സിലിരുന്ന മുഴുവൻ മനുഷ്യരും ഏങ്ങി 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 തേങ്ങിക്കരഞ്ഞു. പ്രസംഗമെല്ലാം കഴിഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പ്രസംഗത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ആദ്യം തന്നെ ഒരാൾ എണീറ്റിട്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു കൈ പിടിച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, വളരെയധികം എനിക്ക് ഈ പ്രസംഗം ഇഷ്ടപ്പെട്ടു. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കി. എന്റെ കണ്ണുകൾ ഈറനണിയിച്ചു. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇരു കവിളത്തും ചുംബനം കൊടുത്തു. അങ്ങനെ ആളുകൾ സദസ്യരെല്ലാവരും പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങിപ്പോയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പ് കാണുന്നില്ല. ഈ കരഞ്ഞവൻ ആ ചെരുപ്പ് അടിച്ചുകൊണ്ട് പോയി. ഞാൻ ഓർക്കണം, ഒരു 27-ാം രാവിന് നമ്മുടെ മുല്ലാത്തുളപ്പ പള്ളിയിൽ ഒരു എങ്ങനെ പോയാലും 10-600 ആളുകളുണ്ടാവും. 27-ാം രാവിന് എത്തിക്കാതിരിക്കാൻ വരുന്ന പിള്ളേരിൽ കുറച്ച് ആളുകൾ മുകളിൽ ഭയങ്കര ഒരു വട്ടം, അങ്ങനെ വട്ടം കണ്ടിട്ട് ഞാനിങ്ങനെ ഓടിച്ചെന്ന് ഇവരെന്താ ഞാൻ ഓർത്ത് ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഹൽക്കയാണ്, ദിക്റിന്റെ ഹൽക്കയാണെന്ന് പറഞ്ഞു നോക്കുമ്പോൾ ലുഡോ കളിക്കാൻ, മൊബൈലിൽ ലുഡോ കളിക്കാൻ. അപ്പൊ ഞാൻ ഇവന്മാരെ മൊബൈലൊക്കെ മേടിച്ചിട്ട് ഇതൊക്കെ തല്ലി പൊട്ടിച്ചളയും. പള്ളി ഇരുന്നാണ് തോന്നിയാസം കാണിക്കുന്നത്, വഴക്കൊക്കെ പറഞ്ഞു. ഇവന്മാര് ഞാൻ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഞാൻ ഇത് അറിയിക്കും. ഒരു പരിശുദ്ധമായ ഒരു ദിവസത്തിലാണ് നിങ്ങൾ ഈ തോന്നിയാസം കാണിക്കുന്നത്. ഞാൻ ആ മൊബൈലെല്ലാം ഇങ്ങനെ മേടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് സാറേ ഇനി ആവർത്തിക്കത്തില്ല, ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്തല്ലോ സാർ. ഉസ്താന്റെ പാട്ടൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ യൂട്യൂബിൽ പാട്ട് എപ്പോഴും ഉസ്താന്റെ പാട്ട് കൽബിന്റെ കോലായി. അപ്പൊ നമ്മളിങ്ങനെ ജാക്കി വെച്ചപ്പോൾ ഞാൻ ആ മൊബൈൽ കൊടുത്തു. അന്നത്തെ ദിവസം 27 രാവ് കഴിഞ്ഞ് സുബഹി കഴിഞ്ഞ് രാവിലെ പല്ല് തേക്കാൻ ചെല്ലുമ്പോൾ എന്റെ ബ്രഷും എന്റെ സോപ്പും എല്ലാം ക്ലോസറ്റിൽ കിടക്കും.
എന്റെ ബ്രഷും എന്റെ സോപ്പും എല്ലാം ക്ലോസറ്റിൽ കിടക്കും. ഉമ്മാർ എനിക്കിട്ട് പണി തന്നതാ. അപ്പൊ ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ. മുതിർന്ന ആളുകള് കണ്ടില്ലേ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടിരുന്ന വൃദ്ധരായ മനുഷ്യരെ അനാദരിക്കപ്പെടും. ഒരു വൃദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ നബീനെ പോലാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇന്ന് വൃദ്ധരായ മനുഷ്യരുടെ ജോലി എന്താ? രാവിലെ മദ്രസയുടെ വാതിൽക്ക് പോയി ഇങ്ങനെ നിൽക്കും. എന്തായിരിക്കും അവിടെ നിൽക്കുന്ന? മരുമോള് പറഞ്ഞു വിട്ടതാ കൊച്ചിനെ മദ്രസയിൽ നിന്ന് വിളിക്കാൻ. വൈകുന്നേരം 4 മണിയാകുമ്പോൾ ചായക്കട വാതിൽക്ക് ഇങ്ങനെ വായുമ്പോൾ എന്തായിരിക്കും അവിടെ നിൽക്കുന്ന? കൊച്ചിനെ സ്കൂൾ ബസ് വരുമ്പോൾ വിളിക്കാൻ വേണ്ടി. ആരാ? വാപ്പ. ഒരു നബിയുടെ പവറാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അനാദരിക്കുകയാണ്. നമ്മൾ സൈക്കിളിന്റെ ഫ്രണ്ട് ഇങ്ങനെ പോക്കുമ്പോൾ ഡാടാ അങ്ങനെ ചെയ്യല്ലേടാ, വീണ് കഴിഞ്ഞാൽ കാലൊടിയും മുട്ടടിയും, ടൂൾസ് എടുക്കണ. ഇന്ന് വൃദ്ധരായ മനുഷ്യരെങ്ങാനും നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും ഒരു തോന്നിയാസത്തിന്റെ പേരിൽ മോനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പൂളിക്കളയും. ടൂൾസ് എടുക്കണ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.